Watch full episodes on Jio Hotstar. നിനക്കെന്താ വേണ്ടത് കുട്ടി? റേസിംഗിന് ഇത്ര വലിയ താല്പര്യമുണ്ടെങ്കിൽ കുട്ടികളെ പോലെ വീഡിയോ ഗെയിമിൽ റേസിംഗ് കളിക്കുക. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്റെ അമ്മേ, ഇനി നിന്നെ ഞാൻ വെറുതെ വിടൂല കുട്ടി, വെറുതെ വിടൂല കുട്ടി. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്റെ ബാഗ് തൊടാൻ? ഇപ്പൊ ലവനുമായിട്ട് ഫൈറ്റ് ചെയ്ത ഞാൻ നാണക്കെടും കേട്ടാ. ഇവിടുന്ന് ഓടുന്നത് തന്നെയാണ് കേട്ടാ ബുദ്ധി. ചിലപ്പോ ബാക്കപ്പ് ഫോഴ്സ് മറ്റോ വരുവാണെങ്കിലോ. ഞാൻ ഡാൻസ് ചെയ്യുന്നത് കണ്ടോ? ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ടെന്നേ. എന്റെ ഡാൻസ് നിങ്ങൾ കണ്ടില്ലേ? വേടാറാം, നീ ഊതിക്കൊണ്ട് തന്നെ ഇരിക്കേ. ഒന്ന് പോടോ. ലഡു സിംഗ് സാറേ, ഇതാണ് ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച പണം. താങ്ക് യു ശിവ. നീ എന്റെ അഭിമാനവും ജോലിയും രണ്ടും രക്ഷപ്പെടുത്തി കളഞ്ഞു. താങ്ക് യു. ഞാൻ ഡാൻസ് നിർത്തിയാലേ, ഞാൻ ഡാൻസ് കളിക്കുന്നത് നിർത്തിയാൽ അവന്റെ കൂട്ടുകാര് വന്നെന്നെ കൊത്തും. പേടാറാം, നീ ഊതിക്കൊണ്ട് തന്നെ ഇരുന്നോ. കൂട്ടുകാര് കൊത്തുന്നാ? അതിന് അയാളുടെ കൂടെ കൂട്ടുകാര് പാമ്പുകളൊന്നും കണ്ടില്ലല്ലോ ഞാൻ. അതെ അതെ അതെ, അവര് പാമ്പ് തന്നെയാ. എടോ പേടാറാം, താൻ എന്തിനാണോ ഊതുന്നത് നിർത്തുന്നത്? നിനക്കറിയാലോ അവരുടെ കണ്ണുകൾ എന്റെ മേത്ത് തന്നെയാണെന്ന്. ലഡു സിംഗ് സർ, അയ്യേ, ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അയാളുമായി ഞാൻ ഇപ്പോഴല്ലേ ഫൈറ്റ് ചെയ്തത്. അങ്ങനെ വ്യത്യസ്തമായിട്ട് ഞാനൊന്നും കണ്ടില്ലല്ലോ. അയാള് തൊപ്പിയും ഗ്ലൗസുമാണ് ഇട്ടിരുന്നത്. അല്ലല്ലല്ല ശിവ, ആ ഗ്ലൗസിനകത്തും അയാളുടെ തൊപ്പിടകത്തും വിഷമുള്ള പാമ്പുകളാണ് ഉള്ളത്. അവൻ സാധാരണ മനുഷ്യനല്ല, സ്നേക് മാൻ ആണ്. സ്നേക് മാൻ. അവന്റെ ഒറ്റ സുഹൃത്തുക്കളാണ് പാമ്പ്. ലഡു സിംഗ് സാർ, ദിസ് ഈസ് ടു മച്ച്. ശിവ പറയുന്നത് കേൾക്കാതെ നിങ്ങൾ വേറെ വല്ലതൊക്കെ പറയുന്നേ. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് CCTV റെക്കോർഡിംഗ് ശരിക്കൊന്ന് പരിശോധിച്ച കാര്യങ്ങൾ മനസ്സിലാകും. നീ തുടങ്ങിക്കോ പേടാറാം. ലഡു സിംഗ് സർ, ഈ ഫുട്ടേജിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത്? സാറേ, എനിക്ക് തോന്നുന്നു ക്യാമറയുടെ ഡയറക്ഷൻ സാറിന്റെ മീതെ ഫോക്കസ് ചെയ്തെന്ന്. പെടാറാം, താൻ എന്തിനാണ് ഊതുന്നത് നിർത്തുന്നേ? താൻ ഊതിക്കൊണ്ട് തന്നെ ഇരിക്കണോ? ഒരു മിനിറ്റ് പേടാറാം സാർ. ലഡു സിംഗ് സാർ, നിങ്ങളുടെ കണ്ണൊന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? ഓ അല്ല, നിങ്ങളുടെ കണ്ണല്ല, ക്യാമറ റെക്കോർഡ് ചെയ്തത് ഈ ആയാണ് സൂം ചെയ്യാൻ പറഞ്ഞേ. ശിവ, ലഡു സിംഗ് സാർ പറഞ്ഞ ശരിയാ. ഈ സൂമിലൊന്ന് ശരിക്കും ശ്രദ്ധിക്കേ. അയാളുടെ തല മുഴുവനും നിറയെ പാമ്പുകളാ ഉള്ളത്. നോക്ക്.
ഒന്നും ഇങ്ങനെ കുറെ പാമ്പുകൾ ഉണ്ടാവില്ല. യോടി, എന്താ ഏലിന്നൊക്കെ പറയുന്നേ? യോ കറക്റ്റ് രവ. ഈ മനുഷ്യന് എന്തോ വ്യത്യാസമുണ്ട്. ഈ സ്നേക് മാന്റെ രഹസ്യം എന്താണെന്ന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. ലഡു സിംഗ് സർ, ഈ ഡാൻസ് ഒന്ന് നിർത്താൻ നോക്ക്, ആക്ഷൻ എടുക്കാൻ നോക്ക്. പക്ഷെ ശിവ, അവന്റെ കണ്ണുകൾ എന്റെ മീതെ തന്നെയാണ് ഉണ്ടാവുക. ശരി, എന്നാ വിട്ടേക്ക് ശിവ. നീ എന്റെ കൂടെ ഉള്ളപ്പോ എനിക്ക് നല്ല ധൈര്യം ഉണ്ടാവും, ഒട്ടും പേടി ഉണ്ടാവില്ല. നീ വേഗം ചെന്ന് അന്വേഷിക്ക്, അല്ലെങ്കിൽ വീണ്ടും അവൻ അങ്ങോട്ട് വന്നാലോ. അവനെ ഞാൻ എന്താ ചെയ്യാ? അവൻ രക്ഷപ്പെടാൻ പാടില്ല. അവനെ ഞാൻ കൊത്തിയേ പറ്റൂ. അവനെ ഞാൻ തീർത്തേ പറ്റൂ. എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ദേഷ്യമോ? ദേഷ്യമല്ല ചിറ്റപ്പോയി, എന്റെ രക്തമാണ് തിളയ്ക്കുന്നത്. ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചിട്ട് ഇപ്പൊ വരിക. അവനാണ് എന്റെ കയ്യിൽ നിന്ന് പണത്തിന്റെ ബാഗും ഡീസന്റ് ആയിട്ട് തട്ടിയെടുത്ത്. ഒരു കുട്ടി നിന്നെ അടിച്ചോ? അല്ല, നിന്റെ പാമ്പിനെ കാണിച്ചില്ലേ? അവൻ പേടിച്ചോടിയാനല്ലോ. അവൻ പേടിക്കണ ടൈപ്പ് അല്ല. അവൻ പേടിയെ പേടിപ്പിക്കുന്ന ടൈപ്പ് ചെറുക്കൻ. ചിരി നിർത്തട വിഡ്ഢികളെ. നിന്നെ ചിരിക്കാനല്ല, പക്ഷെ എന്റെ എതിരാളികളെ ഭയപ്പെടുത്താനാണ് നിന്നെ വെച്ചിരിക്കുന്നത്. സയന്റിസ്റ്റ്, നീ എന്തുമാതിരി സാധനങ്ങളാടോ എന്റെ കയ്യിലും തലയിലൊക്കെ ഫിറ്റ് ചെയ്തിരിക്കണേ? ഇവരെ കണ്ടിട്ട് ആരാടോ പേടിക്കണേ? സമാധാനിക്ക്. ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ലാന്ന് നിനക്കറിയാലോ. ഞാൻ പാമ്പുകളെ പരീക്ഷിക്കുകയായിരുന്നു. പരീക്ഷണങ്ങൾ തോറ്റുപോയി. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ രണ്ടുപേരും അനുഭവിക്കുന്നു. ഞാൻ ആന്റിഡോട്ട് റെഡിയാക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ശരിയാകും. ശരിയാകണ്ട, മനസ്സിലായോ? ഈ ഫെയിൽഡ് എക്സ്പെരിമെന്റിന്റെ ശരിക്കും മുതലെടുക്കണം എനിക്ക്. അങ്ങനെ എനിക്ക് കോടികൾ തട്ടിയെടുക്കണം. അത് കഴിഞ്ഞ് ഞാൻ ശരിയാകണ കാര്യം ചിന്തിക്കൂ. ആദ്യം നിങ്ങൾ നിങ്ങളുടെ കാര്യം ശരിയാക്കി ചിറ്റൂസ്. അത് കഴിഞ്ഞിട്ട് എന്റെ കാര്യം ചിന്തിക്കൂ. ശരി, എന്നാ പിന്നെ അങ്ങനെ തന്നെ ആകട്ടെ. പക്ഷേ ഒരു കാര്യം ഓർത്താൽ നല്ലത്, നീ ചെയ്യുന്നത് മുഴുവനും തെറ്റായ കാര്യങ്ങളാണ്. അതിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും. മനസ്സിലായോ? സെൽഫിയുടെ കാര്യങ്ങളോ നിങ്ങൾക്ക് മനസ്സിലാവൂല ചിറ്റൂസ്. ആദ്യം ഞാൻ ആ ചെക്കനെ ശരിയാക്കും. എന്നിട്ട് മാത്രമേ ഞാൻ എന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ ഞാൻ പൂർത്തിയാക്കൂ. ശിവ, ഞാൻ വരികയാണ് കേട്ടാ. അയ്യോ, എന്റെ വീട്ടില് പാമ്പ് കേറിയല്ലോ. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കൂ. എന്താണിത്? നമ്മുടെ വീട്ടിൽ പാമ്പ് വന്നത്? ആ നാണാജി പാടാൻ തുടങ്ങിയത് കൊണ്ടായിരിക്കും പാമ്പ് വന്നത്. പോയിട്ട് ആ നാണാജിന്റെ പാട്ട് എങ്ങനെ നിർത്തണം, അല്ലെങ്കിൽ പണി കിട്ടും. അയ്യോ നാനാജി, ഒന്ന് നിർത്തോ, എനിക്ക് പാട്ട് പാടുന്ന. അയ്യോ പ്ലീസ് നാനാജി, ഒന്ന് പാടുന്നു. നിങ്ങളിങ്ങനെ പാടുന്നുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പാമ്പ് വരാൻ തുടങ്ങി. ഒന്ന് പാട്ട് നിർത്തൂ, നമ്മളെന്തൊന്നും ചെയ്യാൻ കൊടുക്കൂ. പാട്ട് ഒന്ന് നിർത്തോ എന്നെ നാനാജി. ഹലോ, ലഡ്ഡു സിംഗ് ആണ്. ലഡ്ഡു സിംഗിനെ വിളിക്കാനല്ല, നമ്മൾ ഉണ്ടാക്കിയ ലഡ്ഡു കൊണ്ടുവരാനാ പറഞ്ഞു. നല്ല രുചിയുള്ള ലഡ്ഡു. അല്ല, തനേജയും സ്വാമിയും എല്ലാവരും ഉണ്ടല്ലോ. എന്റെ പാട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് ഓടി വന്നതാണല്ലേ? കൊള്ളാമോ? കേട്ടോളൂ. ഞാൻ വേണമെങ്കിൽ ഇനിയും പാടാം.
ദിവസവും ബാങ്കിലും കടകളിലും മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്നേക് മാനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ശിവോ, ഈ സ്നേക് മാനെ കുറിച്ച് ഓർത്തപ്പോ ഞങ്ങളുടെ നാട്ടിലുള്ള കോബ്ര സ്നേക്കിനെ കുറിച്ച് ഓർമ്മ വന്നു. ഒരു കോബ്ര ദിവസവും ഞങ്ങളുടെ നാട്ടിൽ വന്ന് കോഴികളെയും കോഴിയുടെ മുട്ടകളെയൊക്കെ കഴിക്കുമായിരുന്നു. അങ്ങനെ ഗ്രാമത്തിൽ ഒരു മീറ്റിംഗ് വെച്ചു, കോബ്രനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന്. അപ്പൊ നീ എന്താ ചെയ്തേ? ഞാൻ എന്താ പറഞ്ഞെന്നറിയോ? കോബ്ര എങ്ങോട്ട് പോകാനാണ്? അവന്റെ താവളത്തിലായിരിക്കും പോകുന്നത്. കാട്ടിൽ ചെന്ന് നമുക്ക് അന്വേഷിക്കാന്ന് പറഞ്ഞു. പാമ്പുകളുടെ കൂട്ടം എവിടെയാണ് അധികം ഉള്ളത് അവിടെയാണ് ഇതിങ്ങനെ കാണുന്നത്. അങ്ങനെ അന്വേഷിച്ചപ്പോ അവസാനം കോബ്രയുടെ താവളം കണ്ടെത്തി. അങ്ങനെ പുറത്തു നിന്ന് മകുടി ഊതാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ എന്താ സംഭവിച്ചെന്നറിയോ? കുറച്ചു നേരം കഴിഞ്ഞപ്പോ കോബ്രകളൊക്കെ പുറത്തേക്ക് വന്നു. അങ്ങനെ അതിന് ശരിക്കും വലയിട്ടങ്ങ് പിടിച്ചു. ഹലോ ആദി, നന്നായി. നീ വളരെ ജീനിയസ് ആണ് കേട്ടോ. നീ ഒരു ഐഡിയ ഇപ്പൊ തന്നേ. ഇനി ആ സ്നേക് മാനെ പിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതില് ഞാൻ ഭയങ്കര ജീനിയസ് ആണല്ലോ. പക്ഷെ ഒരിക്കലും അതിന്റെ അഹങ്കാരം കടിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം നീ എന്നോട് പറയേ, ആ സ്നേക് മാനെ നീ എങ്ങനെയാ പിടിക്കാൻ പോകുന്നത് പറ? സ്നേക് മാൻ ചെറിയ പാമ്പൊന്നും അല്ല. ചെറിയ താവളത്തിൽ ഒളിച്ചിരിക്കാൻ അവൻ തീർച്ചയായും ഗുഹയിലാവും ഉണ്ടാവുക. ഒരുപാട് കേവ് എവിടെയുണ്ടോ അവിടെയാണ് നമ്മൾ പോവേണ്ടത്. അതായത് മൗണ്ടൻ ഓഫ് കേവിലല്ലേ? അവിടെ ഒരുപാട് കേവ്സ് ആണ് ഉള്ളത്. അതെ, അത് തന്നെ. നമ്മൾ അവിടെ ചെന്ന് മകുടി ഊതാൻ തുടങ്ങിയാൽ അവന്റെ പാമ്പുകളൊക്കെ വളരെ വിഷമിക്കും. അങ്ങനെ അവൻ പുറത്തേക്ക് വരാനായിട്ട് അവൻ നിർബന്ധിക്കും. നല്ല ഐഡിയ ആണ്. എനിക്കറിയാം മകുടി എങ്ങനെയാണ് ഊതേണ്ടതെന്ന്. നമുക്ക് ലഡു സിംഗ് സാറിനോട് കാര്യം പറയാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എല്ലാം തന്നെ കേട്ടു. ഞാനും ഇത് തന്നെ പ്ലാൻ ചെയ്തത്. നിന്നോട് ഞാൻ പറയാതിരിക്കായിരുന്നു, അറിയോ? എന്നാ പിന്നെ ലഡു സിംഗ് സാറ് ഇവിടെ തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ വെച്ചൂടെ? ഈ കുന്തമാരാ ഇപ്പൊ ഈ ഊതറേ? ആരടാ ഊതറേ? ഓക്കെ ലഡു സിംഗ് സാർ, ഞാൻ പോവാണ്. നിങ്ങൾ പിന്നെ വന്നാ മതി. ചിറ്റപ്പ, എനിക്ക് തോന്നുന്ന ആ ശിവയെ എന്തോ പരിപാടി ഒപ്പിക്കുന്നുണ്ട്. ആ ഊതിയതൊക്കെ അവനാന്ന് തോന്നണോ? ആ ചെറുക്കൻ തോൽവി സമ്മതിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളതല്ല. പെട്ടെന്ന് നമുക്ക് ഈ സ്വർണവും വെള്ളിയും കുന്തവും കുടച്ചക്രമൊക്കെ എടുത്ത് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടേ പറ്റൂ. അതാ ശരി. നിനക്കൊരു കാര്യം അറിയോ? എനിക്ക് പണത്തിനോട് ആർത്തിയേ ഇല്ല. ഞാൻ ആന്റിഡോട്ട് റെഡിയാക്കി കഴിഞ്ഞു. ഇതാ നോക്കൂ, എന്നെ നോക്കൂ. ഞാൻ വീണ്ടും പഴയ രൂപത്തിലായി. വരൂ, ഞാൻ സ്പ്രേ ചെയ്ത് നിന്നെയും പഴയ രൂപത്തിലാക്കാം. എന്റെ പുന്നാരൻ ചിറ്റപ്പ്, ഇപ്പോഴല്ലേ ശരിക്കെന്റെ കളി തുടങ്ങാൻ പോണത്. നമ്മൾക്ക് കുറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. ആ സ്പ്രേ അത്രയും നാള് അവിടെ തന്നെ കിടക്കട്ടെ. ഇനി ആരുമില്ല ഈ സ്നേക് മാനെ തടയാനായിട്ട്. നിന്നെ തടയാൻ ആളെത്തിക്കഴിഞ്ഞു സ്നേക് മാൻ. നീ ഇവിടെയും എത്തിയോ? ആ ഊത്ത് നീയല്ലടാ ഊതിയത്. ഞാൻ ഏത് കേവിലാന്നറിയാൻ വേണ്ടി സത്യം പറ കുട്ടി. അങ്കിൾ, ഞാൻ പറഞ്ഞിട്ടില്ലേ കുട്ടി എന്ന് വിളിക്കരുതെന്ന്. ശിവ, ഇത്രയും നേരം ഞാൻ നിന്നെ ഒരു കുട്ടിയായിട്ടാണ് കരുതിയത്. പക്ഷെ ഇനി അങ്ങനെയില്ല. ഇളിച്ച് കാണിക്കണ്ട. ശിവയെ പേടിപ്പിക്കേ.
അല്ല, നീ എന്നോട് പറഞ്ഞത് ഈ മരുന്ന് കളഞ്ഞു എന്നല്ലേ? ഹേയ് ചിറ്റപ്പ്, താങ്കൾ ഭയങ്കര പാവമാണ്. ഞാനിതിനെ ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയാണ് കാത്തു സൂക്ഷിച്ചു വെച്ചത്. ഇത് അതേ കെമിക്കൽ അല്ലേ? താങ്കളെ പകുതി പാമ്പാക്കി വെച്ച അതേ കെമിക്കൽ. ഇനി കാണ് ഞാൻ എന്താണ് ചെയ്യാൻ പോടേണ്ടത്. അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇവിടെ വാടോ ലഡ്ഡു സിംഗ്. എടാ മോനെ ലഡ്ഡു, ഹേയ് ലഡ്ഡു, ഇവിടുന്ന് 50,000 കിലോമീറ്റർ ദൂരത്ത് നിന്ന് ഒരു കുഞ്ഞു പോലും നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നൃത്തം ഒരിക്കലും നിർത്തരുതെന്ന്. ഞാൻ നിർത്തിട്ടേ ഇല്ലല്ലോ. എന്നെ വിട്ടാലല്ലേ എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലീസ് എന്നെ ഒന്ന് ഇറക്കി വിടൂ, ഞാൻ ഡാൻസ് കളിച്ചോളാം. ശിവ, കൂട്ടുകാരെ പറ്റിയുള്ള വിചാരം നിർത്ത്, എന്നിട്ട് നിന്നെ കുറിച്ച് വിചാരിക്ക. ശിവ, ആ മോളിലെ കുപ്പിയിൽ ആന്റിഡോട്ട് ഉണ്ട്. എങ്ങനെയെങ്കിലും അതെടുത്ത് ഇവന്റെ മോളിൽ സ്പ്രേ ചെയ്യൂ. ഇപ്പൊ പറ, നിന്നെ കുട്ടിന്ന് വിളിക്കണോ അതോ ശിവനോ? ഇപ്പൊ വന്നില്ലേ എന്റെ പിടിയിലേ. നിങ്ങളുടെ കൂട്ടുകാരൻ ശിവ എങ്ങനെയാണ് ഒരു സഹായമില്ലാണ്ട് താഴെ വീണ് കിടക്കണ കണ്ടില്ലേ? വരൂ കുട്ടികളെ, എന്നെ തല്ലി അങ്ങോട്ട് കൊല്ലൂ. ഇനി നോക്ക് കുട്ടി, ഞാൻ എങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നിന്നെ അങ്ങ് കൊന്നു തീർക്കും. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ വേൾഡ് അങ്കിൾ. ഞാൻ സ്പ്രേ ബോട്ടിൽ എടുത്തത് നിങ്ങൾ അറിഞ്ഞതേ ഇല്ല. പക്ഷെ ബോധം കെട്ട രീതിയിൽ ഞാൻ അഭിനയിക്കായിരുന്നു, കാരണം നിങ്ങളുടെ മുഖത്തിന്റെ അടുത്ത് എത്താൻ. ഇല്ല 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 ഇല്ല, വേണ്ട. എന്തിനാടാ ആവശ്യമില്ലാതെ തല്ലുകൊള്ളുന്നേ? നീ സ്നേക് മാൻ ആയിരുന്നിട്ടും ശിവയെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോ എന്തോ ചെയ്യും? ശിവ, താങ്ക് യു വെരി മച്ച്. നീ ഇവനെ പഴയ രൂപത്തിലാക്കി. എന്റെ പരീക്ഷണങ്ങൾ തെറ്റിയതിന് ഒരുപാട് പണവും സ്വർണവും കൊള്ളയടിച്ചു. അവൻ ചെയ്ത തെറ്റിന് ഞാൻ നിങ്ങളോടൊക്കെ മാപ്പ് ചോദിക്കുന്നു. സോറിയോ? ഇനി ഇവനല്ലേ സോറി പറയണ്ടേ, അതും ജയിലിനകത്ത് നിന്ന് പാമ്പ് ഡാൻസ് കളിച്ചോണ്ട്. ഇവൻ ജയിലിനകത്തുള്ളിടത്തോളം കാലം ഞാൻ ടേപ്പ് ഓൺ ചെയ്ത് ഇവനെ കൊണ്ട് പാമ്പ് ഡാൻസ് കളിപ്പിക്കും. ഇവൻ എന്നെ ഒരുപാട് പാടുപെടുത്തിയത് അറിയോ? എന്തേ, ഇനി മുതൽ നിനക്ക് ജയിലിനകത്ത് തന്നെ കിടക്കാം. ഡാൻസ് ചെയ്യാൻ പെടറാം. ഊതാൻ തുടങ്ങിക്കോ, വേഗം ഊത്. ഇപ്പൊ ഊതാൻ തുടങ്ങിയാലും ഡാൻസ് കളിക്കാൻ പ്രാക്ടീസ് ചെയ്യോ. Watch India's largest kids library only on Jio Hotstar. Download the app now.